കളി കണ്ടോണ്ടിരിക്കുക. ടെന്നീസ് വെക്കേ. ഒരു ടെന്നീസ് ചിന്താമണി കൊലക്കേസ് നടന്നോണ്ടിരിക്കുക. ക്ലൈമാക്സ് എത്താറായി. കൊന്നതാരാന്ന് നോക്കട്ടെ. എടാ നീ കണ്ട സിനിമയല്ലേ ഇത്? അത് CD എടുത്തിട്ടല്ലേ കണ്ടത്. ഇതിപ്പോ TV-ലല്ലേ. റീമിക്സിന്റെ കാല. ചിലപ്പോ കൊന്ന ആള് മാറിയാലോ. ദേ ചൊറിയല്ലേ. ആ റിമോട്ടിങ് താ. നീ കഴിഞ്ഞ ആഴ്ചയല്ലേ ഈ സിനിമ ഇരുന്ന് കണ്ടത്? നീ മെഞ്ഞാന്നല്ലേ ടെന്നീസ് കണ്ടത്? എടാ പൊട്ട, അത് സെമി ആയിരുന്നു. ഇത് ഫൈനൽ മാച്ചാ നടന്നോണ്ടിരിക്കുന്നേ. ഷോ, ഈ കലാബോധമുള്ളവർക്ക് സിനിമ കാണാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അതെ, ഞാൻ അവിടെ TV കാണോണ്ടിരുന്നത്. നിന്നോട് ആര് പറഞ്ഞു ഇവിടെ കയറിയിരിക്കാൻ? ഞാൻ വന്നപ്പോ ഇവിടെ ആരുണ്ടായിരുന്നില്ല. അതെ, ഞാൻ കിച്ചണിൽ പോയിരിക്കായിരുന്നു. ഓ, ആ ഒന്നും പറഞ്ഞിട്ട് ഇനി ഒരു കാര്യമില്ല. നീ ദേ പോയി, ഞാൻ ദാ വന്നു. ഈ റിമോട്ട് വരുന്ന പ്രശ്നമില്ല. ഞാൻ അവസാനായിട്ട് പറയണം, ആ റിമോട്ടിങ് താ. ഇല്ല തരാൻ. ഓ, ഇത് വലിയ ശല്യമായല്ലോ. നിനക്കിന്ന് ജിമ്മിലൊന്നും പോവാനില്ലേ? അത് ശരി. എന്നോട് ഇനി എങ്ങനെ കാണും? ഒന്നിന്ന് മാറടി. ആ, ഇത് മതി. എന്ത് മതി? FTV എങ്കിൽ FTV. പോടാ വൃത്തിയോട്ടാണ്. Parlez un socle. I was mango cherry. Uy. Excuse me. ഈ ഫ്രാൻസുമായുള്ള ഉഭയകക്ഷി ചർച്ചയൊക്കെ കഴിഞ്ഞെങ്കിൽ ഇനി അല്പം ഇന്ത്യയിലെ കാര്യങ്ങൾ കൂടി ഒന്ന് പരിഗണിക്കണേ. വർഷ പിന്നെ വിളിക്കാം ചേട്ടാ. ഫ്രഞ്ച് പഠിക്കണം. പിന്നെ അത് വേണം. അല്ല, ഈ കോൾ ഇൻകമിംഗ് ആയിരുന്നോ അത് ഔട്ട് ഗോയിങ് ആയിരുന്നോ? ഔട്ട് ഗോയിങ്. ടോണി, എന്താ എൻ്റെ ഉദ്ദേശം? വാട്ട് ആർ യു ഡൂയിങ് വിത്ത് യുവർ ലൈഫ് മാൻ? ഒന്നുമില്ലെങ്കിൽ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സായിട്ട് പഞ്ചാരടിച്ചിരിക്കും, അല്ലെങ്കിൽ കണ്ടവരുമായി ഫോണിൽ, അതും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ. അതെ, ഞാൻ ഈ കോഫി ഷോപ്പ് തുറന്നു വെച്ചതും ഗ്രാമ്പൽ ഫോൺ കണ്ടുപിടിച്ചതും മാർക്ക് സക്കർബർഗ് അവൻ ഫേസ്ബുക്ക് കണ്ടുപിടിച്ചതേ പഞ്ചാരടിക്കാനല്ല. ചേട്ടാ ഇനി ഇത് പറയരുത്. ഫേസ്ബുക്ക് കണ്ടുപിടിച്ചത് പഞ്ചാരടിക്കാൻ വേണ്ടി തന്നെ. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവണല്ലേ? നന്നാവാൻ വേണ്ടി ഇനി എത്ര തവണ പറയണം? ചേട്ടാ ഇനി പറഞ്ഞ് വിഷമിക്കണ്ട. ഒരൊറ്റ തവണ ഫേസ്ബുക്ക് ഷെയർ ചെയ്താൽ മതി, ഞാൻ നന്നായിക്കോളാം. ഇനി നീ എൻ്റെ ഇന്ന് വാങ്ങിക്കും. എടാ, ചുമ്മാ ഫ്ലേർട്ട് ചെയ്തോളെ. നീ സമയം ഉണ്ടെങ്കിൽ ആ പോയ എഞ്ചിനീയറിംഗ് പേപ്പറെങ്കിലും എഴുതിയെടുക്കാം. അത് കുറച്ചല്ലേ ഉള്ളൂ ചേട്ടാ. എത്ര? 54. ടോട്ടൽ എത്രയുണ്ട്? 60. എടാ പ്ലീസ്, മമ്മയ്ക്കും പപ്പയ്ക്കും നിന്നെ കുറിച്ചോർത്ത് എപ്പോഴും ടെൻഷനാ. അതല്ലെങ്കിൽ അമേരിക്കക്കാർക്ക് ഏഷ്യക്കാരോട് എപ്പോഴും ടെൻഷനാ. ഓർഡർ എടുത്തിട്ട് മണിക്കൂറെന്നായാലോ? ഇവിടെയൊക്കെ ഇങ്ങനെയാണോ? രാവിലെ ഓർഡർ എടുത്താൽ ഉച്ചയ്ക്ക് ഉണ്ണാറാൻ വേണോ സേവ് ചെയ്യുന്നത്? ഓർഡർ പ്ലേസ് ചെയ്തിട്ട് 10 മിനിറ്റ്സ് ആയതേ ഉള്ളൂ. 50 മിനിറ്റ്സ് ആണ് ഡെലിവറി ടൈം. ഓ, നിങ്ങളുടെ 15 മിനിറ്റ് ആകാൻ ഇനിയും ഞാൻ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണമായിരിക്കും. നോ സർ, ഐ വിൽ മേക്ക് ഇറ്റ് ഫാസ്റ്റ്. സാധാരണ ചായക്കടയെല്ലാം കാപ്പിപ്പൊടി വാങ്ങിച്ചുകൊണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി. ഇതുപോലത്തെ ഹൈടെക് കോഫി ഷോപ്പിലെല്ലാം കാപ്പിക്കുരു പറിച്ചുകൊണ്ട് വരുന്നവരെ കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ വ്യത്യാസം. സർ, ഐ വിൽ മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ആ പോവല്ലേ. നിങ്ങൾ കാപ്പിക്കടക്കാർക്കെല്ലാം ഒരു വിചാരമുണ്ട്, നമ്മൾ കസ്റ്റമേഴ്സ് എല്ലാം വെറും മണ്ടന്മാരാണെന്ന്, അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഒരു കാപ്പി ഉണ്ടാക്കാൻ എന്താ ഇത്ര താമസം? എന്നിട്ട് തരുന്നതോ ഇൻസ്റ്റന്റ് കോഫി, അതിന് ഇത്ര സമയം? ബാക്ക് ഇൻ US ഇങ്ങനെയൊന്നുമല്ല. സാറിന് ഓർഡർ റെഡിയായി കാണും, ഞാൻ വേഗം കൊണ്ടുവരാം സർ. ഇയാൾ ആരാ? ഇത് ഇതുവരെ തീർന്നില്ലേ? മാറ്, ഞാൻ ചെയ്തോളാം.
അയാളുടെ ഒരു അമേരിക്ക എവിടെ നിന്ന് ചോദിച്ചാൽ അമേരിക്ക ജംഗ്ഷൻ ആണെന്ന് പറയുന്ന ടീമായിരിക്കും. അയ്യോ, രാവിലെ ഭാര്യയുടെ കയ്യിൽ നല്ലത് കിട്ടിയിട്ടുള്ള വരവായിരിക്കും. അത് ഞങ്ങളത്തിലേ തീർക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ? വട്ട നിന്റെ അമ്മായിമ്മക്ക് അല്ല സാറാ, നീ നടങ്ങി. എന്താ നിന്റെ പ്രശ്നം? അവിടെ ഒരു അമേരിക്കൻ ചുകത്താൻ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള കസ്റ്റമേഴ്സിന് മുമ്പിൽ നിന്ന് എന്നെ തൊലി ഉരിച്ചു. അതും ഒരു കാര്യമില്ലാത്ത കാര്യത്തിന്. താങ്ക് ഗോഡ്. എന്ത്? അല്ല താങ്ങേ, നല്ല താങ്ങാണ് താങ്ങിയത്. അല്ല നിക്ക്. ഏതായാലും ഇത്രയൊക്കെ നാണം കെടുത്തി തിരിക്ക് നമുക്ക് അയാൾക്കിട്ടൊരു പണി കൊടുത്താലോ? എന്ത് പണി? ഈ കപ്പില് നമുക്ക് അയാൾക്കൊരു കാപ്പി കൊടുത്താലോ? ആഹാ, കൊള്ളാലോ. നീ കസ്റ്റമർ ഈസ് ഗോഡ്. അതാണ് ഞങ്ങളുടെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിപ്പിച്ച ഫസ്റ്റ് ലെസൺ. ഈ ഗോഡിനാണോ നീ കുറച്ച് മുമ്പ് ചേർത്താണെന്ന് വിളിച്ചത്? അത് കസ്റ്റമേഴ്സ് ഞാൻ വഴക്ക് പറയും, കുറ്റം പറയും, ശാസിക്കും. ഓ, അത് അവര് നന്നാവാൻ വേണ്ടിയായിരിക്കും അല്ലേ? നീ പോടാ ഫ്രഞ്ച് ഫ്രോഗേ. ഫ്രോഗായോ?